ഇന്നും ടാരോ ഉപയോഗിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കറണ്ട് മെസ്സേജസ് എന്താണ് എന്ന് നോക്കാം. നിങ്ങളിൽ തന്നെ വരുത്തിയ മാറ്റം അവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് അവർ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് നിങ്ങൾ സ്വയം സമ്പാദിച്ചു തുടങ്ങിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി അവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ അവരാഗ്രഹിക്കുന്നു. ചിലർക്കെങ്കിലും ഒരു ചെറിയ യാത്ര വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളുടെ ഇടയിൽ തന്നെ ഒന്നുകിൽ അവർ നിങ്ങളെ കാണാൻ വരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഇവർക്കൊരു യാത്ര ആവശ്യമായി വന്നിരിക്കുന്നു. ഒരു ചെറിയ യാത്രയാണ്, വളരെ ദേശയാത്രയൊന്നുമല്ല, ഒരു ചെറിയ യാത്രയാണ്. ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം. അത് നിങ്ങളെ അറിയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. വളരെ ക്ഷീണം തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഹാർഡ് വർക്ക് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് വളരെ ക്ഷീണം തോന്നുന്നു എന്നും പറയാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരുടെ മനസ്സിൽ 24 മണിക്കൂറും നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡേ ഡ്രീമിങ് എനർജിയിലാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്നൊക്കെ അവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് അവർ ഈ മെസ്സേജ് നിങ്ങൾക്ക് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളോട് പറയേണ്ടതും സംസാരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിൽ ഇങ്ങനെ ഒരു റിഹേഴ്സൽ പോലെ ചെയ്ത് നോക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മെസ്സേജ് വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഈ സമയം നമ്മളിത് നോക്കുന്ന സമയം, നിങ്ങളിത് കാണുന്ന സമയം അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി പൊസസീവാണ് എന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. അതേപോലെ സേവിങ്സിലും കൂടെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളും സേവിങ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങളെ പൊസസീവാണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നൊന്നും ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഒരു ഈഗോ ഒക്കെ പിടിക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇവർക്കൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നും കൂടെ നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇവരുടെ ഈഗോ ആയിരിക്കും തടസ്സമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലുള്ള തലം മുതിർന്ന ഒരാൾ, അച്ഛനോ അച്ഛൻ്റെ സ്ഥാനമുള്ളതോ ആയ ആരോ ഇവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. 1 ലാസ്റ്റ് കാർഡ്. നിങ്ങളെ പ്രതി വളരെ സങ്കടത്തോടെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഇവർക്കുണ്ട്.